കായ ബജി, മുളക് ബജി, ഉള്ളി ബജി ഒക്കെ പോലെ കഴിക്കാൻ പറ്റിയ ഒരു ബജിയാണ് ബ്രിഞ്ചാളിന്റെ ബജി. എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ? അപ്പൊ ഞാൻ ബ്രിഞ്ചാൾ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് ബ്രിഞ്ചാൾ വളരെ നൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ ആണ് കേട്ടോ. ഇനി നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലെക്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത്, പെരിഞ്ജീരകത്തിന്റെ പൗഡറും കൂടെ ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അതേ തിക്നെസ്സിലൂടെയാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പൊരി. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ഇതേ ഒരു ബ്രിഞ്ചാള് മാവിൽ മുക്കിയിട്ട് ഈ ഒരു തിക്നെസ്സിൽ എടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കോരിയിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഫ്രൈ ചെയ്ത്